ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് നമ്മൾ കയറ്റിയാണ്. ജനറൽ സർവീസ് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ മാറ്റണം, അതായത് റൈസ് ആവണുണ്ട്, സെൽഫ് ചെക്കപ്പ്, ബ്രേക്ക് ചെക്കപ്പ്, വാട്ടർ സർവീസ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വണ്ടി സൈഡ് തിരിയുന്ന സമയത്ത് ഓവർ റൈസിങ് കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ചെറിയ ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു ബുഷ് പോയേക്കണതിൻ്റെ ചെറിയൊരു അടി കാണിക്കുന്നുണ്ട്. അത് അത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ്. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യേണ്ട സമയത്ത് കമ്പനി ലൈനർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീല് പിടിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്ത്, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ഗിയർ ബോക്സ്, ബാക്ക് സൈഡിലെ ഗിയർ ബോക്സിൻ്റെ ഓയിലൊക്കെ നോക്കിയായിരുന്നു, നല്ല ഓയിലാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയർ തീരെ മോശം കേട്ടോ. കാരണം ടയർ ഈ സെൻറ്റർ ഭാഗം ഒട്ടും പിടുത്തില്ല. അപ്പോൾ അത് ഇടയ്ക്കൊന്നും മാറ്റിയിടുന്ന ദിവസം ഓർക്കാം. മാറ്റിയിടുമ്പോൾ നമുക്ക് വണ്ടി ഫ്രണ്ടിൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറുണ്ട്, ഫ്രണ്ട് ടയർ, അതേപോലെ തന്നെ ടയർ ഇടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഓവർ കട്ടയുള്ള മോഡൽ ഇടുമ്പോൾ പല കംപ്ലയിൻറ്റ്സാണ്. ഒന്ന് ജെർക്കിങ് കംപ്ലയിൻറ്റ് കൂടുതലായിരിക്കും, പിന്നെ വണ്ടി പാളാനുള്ള സാധ്യത കൂടുതലാണ്. അതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ കമ്പനി മോഡൽ ടയർ തന്നെ നല്ലത്. അത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ആ മോഡലാണ്. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, തൽക്കാലം നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. നിലവിൽ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ തന്നെ ഓയിൽസിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീക്കേജ് തുടങ്ങിയിട്ടുള്ളൂ, പുറത്തേക്ക് ലീക്ക് ആയി തുടങ്ങിയിട്ടില്ല. ആരംഭത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അഴിച്ച് ചെക്ക് ചെയ്യണതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് ആ കംപ്ലയിൻറ്റ് കാണാനും കൈയോടെ നമുക്ക് ആ ഓയിൽസിൽ മാറ്റി അത് ക്ലിയർ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ ഓൾറെഡി നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ നോക്കി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ബുഷ് നമുക്ക് മാറ്റിയിടണം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പീസെറ്റ് സ്ലൈഡ് എന്ന് പറയാൻ തന്നെ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സെപ്പറേറ്റർ ബുഷാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കിടന്ന് ഓടുന്തോറും ഇനിയിപ്പോൾ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ ആ വീല് ഡാമേജ് ആകും. അപ്പോൾ അതിക്ക് മുമ്പ് അതൊന്നും മാറ്റിയിടാം. ഏകദേശം ഒരു 100 താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റ് ഉള്ളൂ. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റാണ്, ഒറിജിനൽ ബെൽറ്റിനാണ്. പക്ഷേ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ അത് കൈയോടെ മാറ്റി കളയാനാണ് നല്ലത്. ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഈ സൈഡൊക്കെ നൂല് ഇങ്ങനെ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് മാറ്റിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തായാലും അടുത്ത സർവീസർ കിടന്ന് ഓടില്ല, അതിനിടയിൽ ബെൽറ്റ് പൊട്ടി നമ്മൾ വഴിപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെൽറ്റ് മാറ്റി യൂസ് ചെയ്യാതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ ഇവിടെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ലീക്കേജ് ഉണ്ട്. ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് പുറത്തേക്ക് ഓയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും താഴേക്ക് ചാടാനുള്ളതായിട്ടില്ല, പക്ഷെ എന്നാൽ പോലും ലീക്കേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കൈയോടൊക്കെ മാറ്റിയിടാം. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ആണ്. ചോക്കിൻ്റെ കേബിൾ നമ്മൾ നോക്കി, ചോക്ക് കേബിൾ കുഴപ്പമില്ല. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ നമുക്ക് ഒന്ന് മാറ്റിയിടേണ്ടതായിട്ട് വരും. വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമുക്ക് ബോഡി വാഷിംഗ് ആയിട്ടാണെങ്കിൽ ചെയ്യണത്. ഇപ്പോൾ നമുക്ക് അഴിച്ച് കഴുകണം കുറച്ചുകൂടി ബെറ്റർ. മറ്റേപാട് നമ്മൾ ഫുള്ള് ബോഡി സെറ്റ് ചെയ്തിട്ട് നമ്മൾ കൊണ്ട് കഴിയുമ്പോൾ പുറം മാത്രം റെഡി ആവുള്ളൂ. ഇതിൻ്റെ ഉള്ളിലത്തേക്ക് അവസ്ഥ നോക്കിയാൽ ഫുള്ള് ചെളിയാണ്, ഈ സൈഡൊക്കെ ചെളിയുണ്ടോ. അപ്പോൾ ഇത് ബോഡി ഇതേപോലെ തന്നെ കയറിനേക്കാളും ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് കഴുകുകയാണെങ്കിലുള്ള ഗുണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്കത് പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കാര്യമായിട്ടുള്ള തുരുമ്പിലേക്കൊന്നും പോകാണ്ട് ഈ ചെയ്സിൻ്റെ ഭാഗമൊക്കെ, ബാക്കിയത്തൊക്കെ ഫൈബറാണ്, അപ്പോൾ ചെയ്സൊക്കെയാണ് പ്രശ്നമുള്ളൂ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യണമായിരിക്കും ബെറ്റർ. നമുക്ക് ബോഡി മാത്രം കഴുകിയാൽ മതി, 150 രൂപ ഉള്ളൂ. പക്ഷേ അഴിച്ച് കഴുകും, അതായത് ബാക്കിലത്തെ ഈ ബോഡിയും ഈ ഫ്രണ്ടിലെ ഈ ഭാഗമൊക്കെ അഴിച്ച് കഴുകണ സമയത്ത് 300 രൂപ, നമുക്ക് 150 രൂപയുടെ അഡീഷണൽ കൊടുക്കണം, 300 രൂപ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റഡ് ആ രീതിയിൽ ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്തായാലും നിങ്ങൾ പറയുന്ന രീതിയിലാണ് എന്തെങ്കിലും നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഷോക്കിൻ്റെ ബുഷ് ഓൾറെഡി കംപ്ലയിൻറ്റാണ്. ഈ ബുഷ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാറ്റേണ്ടി വരുന്ന ബുഷാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്ക് ഇപ്പോൾ റോട്ടിൽ നിന്ന് വന്ന ഗട്ടറിലൊക്കെ ചാടുമ്പോഴുള്ള ആ അടി ഷെയ്ക്കൊക്കെ കിട്ടുന്നത് ഈ ബുഷ് മേക്കാം. ഇത് ശരിക്കും ഒരു പ്ലാസ്റ്റിക് അല്ല, റബ്ബർ അല്ലാതെ മോഡൽ ആണ്. അപ്പോൾ ആ ബുഷ് ചതഞ്ഞ രീതിയിൽ ഓലായിട്ടുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും മാറ്റിയിടണം. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഈ ലിങ്കിൻ്റെ ബുഷുണ്ടല്ലോ, ലിങ്കിൻ്റെ ഉള്ളിൽ ഫൈബർ ബുഷും മെറ്റലും കൂടിയിട്ടാണ്. അപ്പോൾ അതും പ്ലേ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ സൈഡിൽ. ഇവിടെ അത്രയില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ മാത്രം മാറ്റിയിട്ട് നിൽക്കുമെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ആ കോളർ ബുഷും മാത്രം, അതായത് മെറ്റൽ ബുഷും മാത്രം മാറ്റി നമുക്ക് റീസെറ്റാക്കി എടുക്കാം. പിന്നെ ഹാൻഡിലിൻ്റെ ബെയറിയൊക്കെ ചെറിയ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അങ്ങനെ കിടക്കട്ടെ. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല നമ്മുടെ വണ്ടിയുടെ കേട്ടോ. അത് കിലോമീറ്റർ ഒന്നും അറിയാൻ പറ്റില്ല. ഞാനത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി അഴിച്ചു നോക്കി. പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ മീറ്റർ ശരിക്കും കറക്റ്റ് റീഡിങ് കാണിക്കില്ല, കാരണം ടൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ കേബിൾ മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഞാനത് വർക്കിംഗ് ആണെങ്കിൽ ആക്കിയിടാമെന്ന് എഴുതിയിട്ട് നോക്കിയത്.
കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ മെയിൻ്റനൻസ് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റേണ്ടി വരാം. അപ്പോൾ ഇത് കിലോമീറ്റർ വർക്കിംഗ് അല്ലാണ്ട് വരുമ്പോൾ ഒന്നോലെ നമ്മൾ നേരത്തെ ചെയ്യും, അതല്ലെങ്കിൽ ചെയ്യാൻ വൈകി പോകും, എങ്ങനെയാണെങ്കിലും നഷ്ടം തന്നെയാണ്. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് നിലവിൽ ബാറ്ററിയുടെയാണ് പ്രോബ്ലം കേട്ടോ. 2023 ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി. 23 ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി. വോൾട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് 12.20 അതാണ് അതിൻ്റെ വോൾട്ട് റേഷ്യോ കാണിക്കുന്നത്. നമുക്ക് ലോഡ് കൊടുക്കുമ്പോൾ 8.5 വോൾട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ലോഡ് ടെസ്റ്റ് നടത്തും. ലോഡ് ടെസ്റ്റ് നടത്താമെന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് അടിക്കുന്ന സമയത്ത് മോട്ടർ ലോഡ് കൊടുക്കുമല്ലോ, പെട്ടെന്ന് പവർ ആവശ്യപ്പെടും. അപ്പോൾ ആ വന്ന സമയത്ത് ബാറ്ററിക്ക് അത്ര സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ള കേസാണ് നമ്മൾ നോക്കണം. അപ്പോൾ ഒരു 9.5 വോൾട്ടിൽ താഴെ 9 വോൾട്ടിൽ താഴേക്കൊക്കെ പോയി ബാറ്ററി കംപ്ലൈൻറ്റാണ്. 8.5 വോൾട്ടാണെങ്കിൽ ഓൾറെഡി തീർന്നു, നമുക്ക് മാറ്റി വെച്ചാലാണ് പിന്നെ റെഡി ആവുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ 6.62 ആ റേഞ്ചൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് ബാറ്ററിയുടെയാണ് സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാറ്ററി മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. എന്നാൽ നേരെ മറിച്ച് അതിൻ്റെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യും. അതൊക്കെ ജസ്റ്റ് വോൾട്ട് മതി. പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആംബിയർ വേണം. അപ്പോൾ മോട്ടർ ഈ ബാറ്ററി മാറ്റിയാലാണ് നമുക്ക് അതിൻ്റെ കേസ് റെഡി ആവുള്ളൂ കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ നോക്കി, പുതിയ പ്ലഗ് വലിയ പഴക്കമായിട്ടില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞായിരുന്നത്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് സ്റ്റിക്കിനകത്ത് നോക്കുമ്പോൾ ലെവൽ കണ്ടില്ല. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഊറ്റി നോക്കിയതാണ്. ഇതാണ് എൻ്റെ ഓയിലിൻ്റെ അവസ്ഥ കേട്ടോ. തീരെ മോശമാണ്. ലെവലും കുറവാണ്. ഏകദേശം ഒരു 300 മില്ലിയുടെ വ്യത്യാസമുണ്ട്, കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഴുക്കുള്ള ഓയിലിലേക്ക് പുതിയ ഓയിൽ മിക്സ് ചെയ്യുന്നതിൽ നല്ലത് ഓയിൽ മാറ്റണതായിരിക്കും. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. ആ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പരമാവധി നേരത്തെ ഒന്ന് റിപ്ലൈ ചെയ്യാം. കാരണം നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന കേസുകളാണ് ഈ പറഞ്ഞ പോലെ ആക്സിലേറ്റർ കേബിൾസൊക്കെ മാറുന്ന അഡീഷണൽ തന്നെയാണ്. പിന്നെ ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ കാർബറേറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. കാരണം കാർബറേറ്ററിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ്. പക്ഷേ കാർബറേറ്റർ അഴിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ചിലപ്പോൾ ഓവർഫ്ലോ ഒക്കെ വരും. അതുകൊണ്ടാണ് നമ്മൾ അത്രയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കേസ്. ഇപ്പം നിലവിൽ ഓവർഫ്ലോ ഇല്ല, പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാം. ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് വെച്ചിട്ട് അതാണ്. കാരണം എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കാർബറേറ്ററിൻ്റെ കേസ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ ഇപ്പോൾ ചെയ്യണില്ല ചേട്ടാ. കാരണം അത് അഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലിടാം. അതിനകത്ത് നമ്മളിപ്പോൾ ബെൽറ്റ് അടക്കം ബെൽറ്റ് വരുന്നുണ്ട്. ക്ലച്ചിനകത്ത് തന്നെ ബെൽറ്റ്, ഓയിൽ സീൽ, ആ പീസർ സ്ലൈഡ് എന്ന് പറയുന്ന ഐറ്റം വരും. പിന്നെ എഞ്ചിൻ ഓയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഞാൻ അതിനകത്ത് ഗ്രീൻ ബുഷും അതിൻ്റെ കോളറാണ് ഉൾപ്പെടുത്തിയാണ്. അതിന് പറ്റില്ല, കോളർ മാറ്റിയിട്ട് അത് റെഡി ആയില്ലെങ്കിൽ നമുക്ക് ബുഷ് സെറ്റായിട്ട് മാറ്റേണ്ടി വരും. പിന്നെ ബാറ്ററി മാറ്റുന്നുണ്ട്. ബാറ്ററിയുടെ കേസും കൂടി ഉൾപ്പെടുത്താം. അത്രയും കേസാണ് ഞാൻ ഉൾപ്പെടുത്തിയാണ് കേട്ടോ. ഇപ്പോൾ ടയറൊക്കെ ഇടയ്ക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ആക്സിലേറ്റർ കേബിൾ ടയർ ഇടയ്ക്ക് ഒന്ന് മാറ്റാനായിട്ട് നോക്കാം. ഇനി അതല്ല കൂട്ടത്തിക്കൂടെ മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ പറയാം. ഇപ്പോൾ ടയറും ഒഴിവാക്കി ബാക്കിയുള്ള എസ്റ്റിമേറ്റാണ് ഇടുന്നത്. ആ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. ഓക്കെ.